ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഇതും കൊണ്ട് ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇത് കിട്ടിയതാട്ടോ. വീണ് അവിടെ വഴിയിൽ ഇങ്ങനെ വീണ് കിടന്നതാണ്. അവിടെ ഇത്രയും നാൾ ഞാൻ വീട്ടിലവിടെ താമസിച്ചിട്ടും ഉണ്ടായിരുന്നിട്ടും 10-23 വർഷത്തോളം ഞാൻ അവിടെ നിന്നിട്ടും ഇങ്ങനൊരു മാമ്പഴം എന്താ പറയുക മാവ് നമ്മുടെ അവിടെ പറമ്പിലുണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ കോമ്പൗണ്ടിലല്ല, അവിടെ പുറകിലത്തെ വീട്ടിൽ നിൽക്കാം കേട്ടോ. പക്ഷെ അത് വഴിയിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന കാരണം ഇഷ്ടംപോലെ മാമ്പഴം അവിടെ വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൊട്ടാതെ 2 എണ്ണം കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ അതും കിട്ടിയതും കൊണ്ട് പോന്നു. അപ്പോൾ ആമിക്കുട്ടിയാണ് എടുത്തത്. ആമിക്കുട്ടിയുടെ വിചാരം ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക, ഇത് മറ്റേ പഴമാങ്ങ ആണല്ലോ കറി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ ഞാനുണ്ടോ വിടുന്നത്, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പുളിശ്ശേരി വെക്കാനുള്ളതാണെന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് തൊലിയൊക്കെ അങ്ങ് പൊളിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാമ്പഴക്കാലമായാൽ ഈ മാങ്ങ നമുക്ക് അധികം അങ്ങനെ കിട്ടാറില്ല കേട്ടോ. നമ്മുടെ സാധാ മാങ്ങ പോലെ ഈ മാമ്പഴം അത്ര സുലഭമല്ല നമുക്കിവിടെ. അപ്പോൾ എന്നിരുന്നാലും കിട്ടിയതും കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മുടെ 2 മാമ്പഴവും ഞാൻ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചട്ടിയിൽ ഞാൻ മാമ്പഴം ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, നല്ല മധുരം കേട്ടോ ജ്യൂസിന്. അപ്പോൾ അതുകൂടി ഒഴിച്ചു. അപ്പോൾ ആമിക്കുട്ടി വന്ന് നോക്കിക്ക, ഇതെന്താ പരിപാടി അമ്മ, ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടു. മാമ്പഴത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇതെന്തിനാ മാമ്പഴത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന ചട്ടിയിലിട്ടിട്ട്? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുളക് പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു, ഉപ്പിടുന്നു. ആമിക്കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് മാമ്പഴക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ആൾ. അപ്പോൾ എന്തായാലും നമ്മുടെ മാമ്പഴത്തിൽ പറഞ്ഞ പോലെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. 2 പച്ചമുളക് കൂടി കീറി ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് വേകാനായിട്ട് ഒന്ന് ഉടഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ നമ്മുടെ 2 മാമ്പഴം. അപ്പോൾ ഞാൻ അതൊന്ന് മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും ഞങ്ങളത് അത് പൊളിച്ച് മാറ്റിയ മാമ്പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, ആ തൊലിയൊക്കെ ചപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ 2 പേരും ഒരു തൊലി പോലും ബാക്കി കളഞ്ഞില്ല ഗൈസ്, എല്ലാം നന്നായിട്ട് ചപ്പി വലിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ പിന്നെ കൊണ്ട് കളഞ്ഞു. ബാക്കി തൊലി മാത്രമാക്കി വെച്ചിട്ട് അതൊക്കെ വേസ്റ്റിൽ കൊണ്ടേ കളഞ്ഞു. അതിനുശേഷം നമുക്ക് നമ്മുടെ മാമ്പഴക്കറിയിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തേ. വെളുത്തുള്ളി പിന്നെ ജീരകം, ഒരു 2 തരി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ, മോരുകറിയൊക്കെ വയ്ക്കുമ്പോൾ എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അരയ്ക്കുമ്പോൾ ഞാനിവിടെ നമ്മുടെ മോര് ചേർത്ത് തന്നെയാണ്, കട്ടത്തൈരോ ചേർത്ത് തന്നെയാണ് ഇവിടെ അരച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങയുടെ ഒപ്പം തന്നെ തൈര് ചേർത്ത് അരയ്ക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മാമ്പഴത്തിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയാനായിട്ട് ഞാൻ പതുക്കെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഏകദേശമൊക്കെ ഒന്ന് ഉടഞ്ഞൊക്കെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാമ്പഴത്തിൻ്റെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്കാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ടൈമിനുള്ളിൽ നമുക്ക് അരപ്പ് കൂട്ട് ചേർത്തതിന് ശേഷം താളിക്കാനുള്ള നമ്മുടെ വറ്റൽമുളകും
പിന്നെ ചെറിയുള്ളിയും പിന്നെ കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വറ്റൽ മുളകിൽ ഈ അരി ഉണ്ടല്ലോ, മുളകിൻ്റെ അരി, അത് ഞാൻ ചേർക്കാറില്ല കേട്ടോ. മുളകിൻ്റെ അരി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മാറ്റി വയ്ക്കാറാണ് പതിവ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അരി പാകിയിട്ട് പച്ചമുളക് എടുക്കാൻ വേണ്ടി നമ്മൾക്ക് തൈയാക്കിയിട്ട് അതിൽ നിന്ന് ചെറിയൊരു പച്ചമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടുന്ന ചെറിയ ഒരുവിധപ്പെട്ട പാത്രങ്ങളിലൊക്കെ ഞാനിതുപോലെ പച്ചമുളക് നട്ട് വയ്ക്കാറുണ്ട്. കുറേ തൈകൾ നമുക്ക് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ. അപ്പോൾ പൊതുവെ വെള്ളം കൂടി കുറവായിട്ടുള്ള ഞാൻ, നല്ല ചൂട് സമയമല്ലേ, എന്നാലും കുറവാണ് വെള്ളം കൂടി. അപ്പോൾ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ചത് കാരണം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങ് കുടിച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മാമ്പഴക്കറി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജാറിലേക്ക് ഞാൻ കുറച്ചുകൂടി നമ്മുടെ തൈരിട്ട് ഒന്നുകൂടി അടിച്ചൊക്കെ എടുത്തിട്ടാണ് വീണ്ടും ആഡ് ചെയ്യുന്നത്. കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ മാമ്പഴക്കറി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അത് കാരണം ഞാൻ വീണ്ടും ഒരു ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമ്മുടെ കറി അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അത്രയും എന്താ പറയുക, കടലിലെ വെള്ളത്തിൽ കൊണ്ടുവന്ന് എന്തോ ഉപ്പിട്ടെന്നോ എന്തൊക്കെയോ പറയത്തില്ല, അതുപോലെ അത്രയും വെള്ളത്തിൽ കൊണ്ടുവന്ന് 2 മാമ്പഴമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ താളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വറ്റൽ മുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽ മുളക് ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ നെക്സ്റ്റ് നമ്മുടെ കറിവേപ്പിലയാണല്ലോ, കറിവേപ്പില ഇട്ടിട്ട് ഒരു കുറച്ചൊന്ന് അകലം പാലിച്ച് തന്നെ നിന്നു കേട്ടോ. കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കുമല്ലോ, നന്നായിട്ട് പൊട്ടിച്ചെതറി വരും. അത് കാരണം ഞാൻ കുറച്ചങ്ങ് അകലം പാലിച്ചു കേട്ടോ. അതിന് ശേഷം ഒരു ഇത്തിരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആക്കി എടുത്തു. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. അത് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചിട്ട് കാണാനായിട്ട് ഒരു നല്ല ഭംഗിയല്ലേ, ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം തന്നെ അതങ്ങോട്ട് മിക്സ് ചെയ്താലേ എനിക്കൊരു സമാധാനം ആവുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതങ്ങ് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ കറി. അങ്ങനെ നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു മാമ്പഴക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴക്കറിയൊക്കെ അവിടെ ഒന്ന് സെറ്റാവാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാവാൻ കുറച്ച് ടൈം കൂടി എടുക്കും എന്നുള്ള സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ കുറച്ച് മാങ്ങ ചെത്തി അങ്ങോട്ട് ക്ഷീണം മാറ്റാമെന്ന് ഓർത്തിട്ട് കുറച്ച് മാമ്പഴം എടുത്തങ്ങോട്ട് ചെത്തിയിട്ടോ. 3 എണ്ണം ഞാൻ എടുത്തുള്ളെങ്കിലും സത്യത്തിൽ ഞാൻ 5 എണ്ണം തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ ഗൈസ്. ഇനി അത് ചെത്തി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് ഒരു മാമ്പഴത്തിൻ്റെ പകുതി തൊലി ചെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തേ. നിങ്ങളങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓഫ് ചെയ്താട്ടോ. അപ്പോൾ പല ഷേപ്പിലായിട്ടാണ് ഞാൻ അതിൻ്റെ തൊലി കട്ട് ചെയ്തെടുത്തത് കൂട്ടുകാരെ. മലയാളത്തിൽ നമ്മളിത് റായ് എന്ന് പറയും, റായായിട്ടുണ്ടത്. പിന്നെ ഇതിപ്പോൾ യു ആയിട്ടൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ അതങ്ങോട്ട് നിവർന്ന് നിൽക്കുന്നില്ല, ഒരു സ്റ്റഡി ഇല്ല.
ഇതിപ്പോൾ ഒരു 7 ആയിട്ടൊക്കെ കിട്ടി. ഇംഗ്ലീഷും മലയാളവും കണക്കും ഒക്കെ കിട്ടി കേട്ടോ. ഞാൻ ചെത്തി വന്നപ്പോഴത്തേക്കും ഇതിപ്പോൾ 7 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതേ ഇംഗ്ലീഷ് നമ്മുടെ ലെറ്റർ L ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. റൗണ്ട് സർക്കിൾ ഉണ്ട്. പിന്നെ എന്താ ഇതിന് പറയുക, ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് എനിക്കറിയാൻ മേല കേട്ടോ. ട്രയാങ്കിളൊന്നും അല്ല, അത് വേറെന്തോ ഷേപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല സുന്ദരം മാങ്ങകളായിട്ട് നമുക്കിത് 5 മാങ്ങക്കൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകിക്കേണ്ടെന്ന് ഓർത്ത് അതിനെ മുഴുവൻ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഓരോന്നായിട്ട് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ രംഗപ്രവേശനം നടത്തുന്നത്. ആരായിരിക്കും അത്? വന്നു. വീഡിയോ ഓണാണ് എന്നറിയാതെ വന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡയലോഗ് അടിക്കരുത്, വീഡിയോ ഓണാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പതുക്കെ അങ്ങ് ആൾ വിട്ടുപോയി. അവിടെ നിന്ന് മാങ്ങകളൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം നമ്മുടെ മാങ്ങാണ്ടിയും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങാണ്ടി കൂടി എടുത്ത് ഞാൻ അതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങകളായിരുന്നു കേട്ടോ. എല്ലാ 5 മാങ്ങ നമ്മൾ ചെത്തിയെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു. മാമ്പഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. മാങ്ങയുടെ ബഹളമാണ്, എവിടെ തിരിഞ്ഞാലും മാങ്ങയാണ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നിങ്ങളും വായോ, നമുക്ക് ഒന്നിച്ചത് തീർക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഞങ്ങൾ 2 പേരും കൂടി തീർത്തു ഗെയ്സ്. ലാസ്റ്റ് 2 പീസാണ്. ഒരു പീസ് ആമിക്കുട്ടി എടുത്തു, ഒരു പീസ് ഞാനും എടുത്തു. അങ്ങനെ ഫിനിഷ്. ബാക്കിയുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒട്ടും വിട്ടില്ല. ഞങ്ങൾ 2 പേരും കൂടി മാറിയിരുന്നു. എവിടെ ആമിക്കുട്ടി ഒരെണ്ണം എടുത്ത് വായിൽ വെച്ചപ്പോൾ തന്നെ ചെറിയ പുളിപ്പുണ്ടെന്നും പറഞ്ഞ് അവൾ മാറ്റി വെച്ചു കേട്ടോ. ബാക്കി മുഴുവൻ ഞാനങ്ങ് തട്ടി. നമുക്ക് പിന്നെ പുളിപ്പൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈ അവസ്ഥയിലാണ് ലാസ്റ്റ് കിട്ടിയത്. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ആമി അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ മാമ്പഴക്കറിയും കൂട്ടി ചോറ് തിന്നാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ചോറൊക്കെ എടുത്തു. ആമി ചോറിന് നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് വെച്ചു. എന്നോട് പറഞ്ഞു അതിൻ്റെ അകത്തേക്ക് കറി ഒഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ചോറിൻ്റെ നടുവിലൊരു കുഴിയൊക്കെ ഇട്ടിട്ട് അതിനേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മാമ്പഴക്കറിയും പിന്നെ ഇന്നലത്തെ വളിക്കാത്ത സാമ്പാറുണ്ടായിരുന്നേ, ചൂടാക്കിയൊക്കെ എടുത്ത സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാമ്പാറുമാണ് ഇന്ന് കറിക്ക്, ചോറിന് കറിയായിട്ട് നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ടേസ്റ്റൊക്കെ നോക്കി വന്നപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ താരം അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തു നമ്മുടെ മാമ്പഴം. ഒത്തിരി കാലമായിട്ട് അതായത് പോലെ മാമ്പഴക്കറി വെച്ചിട്ട്. അപ്പോൾ അത് കാരണം അടിപൊളിയായിട്ട് കഴിച്ചു ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണ്. സാധാരണ ഭയങ്കര സ്ലോയിലിരിക്കണ ആമി ഇന്ന് എന്നെക്കാളും ഫസ്റ്റ് ചോറ് കഴിച്ച് തീർത്തിട്ടോ. മാമ്പഴക്കറിയൊക്കെ ഉണ്ടായത് കാരണം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചോറങ്ങ് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും